ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ പൂജവെപ്പാണ്. പൂജവെപ്പിനും വിജയദശമി ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മക്കൾ നന്നായിട്ട് പഠിക്കാൻ ചൊല്ലേണ്ടുന്ന മന്ത്രവും വരയ്ക്കേണ്ടുന്ന യന്ത്രവും ഇത് രണ്ടിനെക്കുറിച്ചും ഞാൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ്. ആ വീഡിയോ പ്ലേലിസ്റ്റിൽ ഉണ്ട് താനും. ഞാൻ അതിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കത് കാണാം. ഈ ഒരു മന്ത്രം നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാൽ പോലും ഞാൻ ഈ വീഡിയോയിലും അത് പറയുന്നുണ്ട്. ഇത് അതേ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുകയും പഠിക്കുന്ന വിദ്യ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവാനും ഒക്കെ അവരെ സഹായിക്കുന്നതാണ്. ഈ വർഷത്തെ പൂജവെപ്പ് വരുന്നത് നാളെ തിങ്കളാഴ്ചയാണ്. കാരണം അഷ്ടമി തിഥി ആരംഭിക്കുന്നത് നാളെ വൈകിട്ട് 4:30 അവസാനിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 6 കൂടിയുമാണ്. നമുക്കൊക്കെ അറിയാം അഷ്ടമി തിഥി സന്ധ്യയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ പൂജ വെക്കുന്നത് എന്നുള്ളത്. അതേപോലെ ദശമി തിഥി രാവിലെ വരുമ്പോഴാണ് നമ്മൾ പൂജയെടുക്കുന്നത്. ഈ വർഷം ഇത്രയും നീണ്ട ഒരു ഗ്യാപ്പ് വന്നതിന് കാരണം അഷ്ടമി തിഥിക്കും നവമി തിഥിക്കും കുറച്ചധികം ലെങ്ത് വൈസ് കൂടുതലുണ്ട്. അതായത് കുറച്ച് നാഴിക കണക്ക് വെച്ച് നോക്കുമ്പോൾ കൂടുതലുണ്ട്. പ്രത്യേകിച്ചും നവമി തിഥി. കാരണം നവമി തിഥി 2 ദിവസമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്രയും അധികം നവരാത്രി എന്ന് പറയുന്നതിന് 11 ദിവസം വന്നിരിക്കുന്നതിൻ്റെ കാരണവും. നാളെ പുസ്തകം പൂജ വെക്കുന്നവരൊക്കെ ചെയ്യേണ്ടുന്ന കാര്യം, മക്കളെ കൊണ്ട് വൈകിട്ട് പുസ്തക പൂജ വെക്കാൻ നാളെ വൈകിട്ട് ഒരു 5 മണി മുതൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. വീട്ടിലോ ക്ഷേത്രത്തിലോ എവിടെയാണോ നിങ്ങൾ പൂജ വെക്കുന്നത് അവിടെ നിങ്ങൾക്ക് പൂജ വെക്കാം. ഇപ്പം ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ്സിലൊക്കെ താമസിക്കുന്നവർ, ഇപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ പൂനെയിൽ താമസിക്കുന്ന ഞങ്ങൾക്കൊന്നും ഈ ഒരു സമയത്ത് പുസ്തകം പൂജ വെക്കാൻ കഴിയില്ല. കാരണം ഇവിടെയൊക്കെ ഓൾറെഡി ക്ലാസ് ഉണ്ട്. ഞാനൊക്കെ ചെയ്യുന്നത് തലേ ദിവസം, വിജയദശമിയുടെ തലേ ദിവസം നവമിയുടെ അന്ന് ആയുധ പൂജയുടെ കൂടെ തന്നെ മക്കളുടെ പുസ്തകങ്ങളും പൂജ വെക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. ആ ഒരു രീതി ഫോളോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുകളും നമുക്ക് വരുന്നതല്ല. അതുകൊണ്ട് ആ രീതിയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് അങ്ങനെയും പൂജ വെക്കാവുന്നതാണ്. പൂജ വെക്കുന്നതിന് മുൻപ് നിങ്ങൾ പൂജ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ അത് നല്ല ശുദ്ധമാക്കണം. കാരണം നമ്മൾ പുസ്തകം പൂജ വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ആ ഒരു സമയം വരെ ദേവി സരസ്വതി ആ പുസ്തകങ്ങളെ പൂജിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മളോട് പുസ്തകം പൂജ വെച്ച് കഴിഞ്ഞാൽ പേപ്പറുകളിലോ ബുക്കുകളിലോ ഒന്നും തൊടരുതെന്നും അതേപോലെ പേനയെടുത്ത് എഴുതരുതെന്നും ഒന്നും വായിക്കുകയും മറ്റും ചെയ്യുകയും ചെയ്യരുതെന്ന് പറയുന്ന കാരണം. എൻ്റെയൊക്കെ ആ ഒരു കാലഘട്ട സമയത്ത് ഞാനൊക്കെ ഇത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തിട്ടുള്ളൊരു കാരണമാണ്. ഒരു പേപ്പറിൽ പോലും തൊടില്ല. അബദ്ധത്തിലെങ്ങാണൊരു പേപ്പറിൽ പോയി തൊട്ടാൽ അപ്പം തന്നെ ക്ഷമ മനസ്സിൽ പറയും. വായിക്കാനോ ഒന്നിനും പോവില്ല. പക്ഷേ ഇന്നലത്തെ കുട്ടികൾക്ക് അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. മൊബൈൽ ഫോണ്, TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ പുറകെ പോകും. പക്ഷേ അതിലൊരു വിശ്വാസത്തോടു കൂടി ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തിനും ഫലം കിട്ടുകയുള്ളൂ. പിന്നെ ഇന്നത്തെ കുട്ടികളെ നമ്മൾക്ക് ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റോങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളോട് ചോദിക്കും, ഞങ്ങളിതറിയാതെ വായിച്ച് പോവില്ലേ എന്നുള്ളത്. പക്ഷേ കഴിയുന്നത് മാക്സിമം മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ ആ ഒരു സമയം, ആ ഒരു ടൈം ഓഫ് പീരീഡിൽ നമുക്ക് കിട്ടുന്നൊരു ബ്ലെസ്സിങ്സാണത്. സരസ്വതി ദേവിയിൽ നിന്നും നേരിട്ട് കിട്ടുന്നൊരു ബ്ലെസ്സിങ്സ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും മക്കളെ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. പുസ്തകം പൂജ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വൃത്തിയാക്കണം. നിങ്ങൾ എവിടെയാണോ പുസ്തകം പൂജ വെക്കുന്നത് ആ ഒരു ഭാഗത്ത് സരസ്വതി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊരെണ്ണം വെച്ച് ദേവിക്ക് പൊട്ടൊക്കെ തൊട്ട് മഞ്ഞ കളറിലെയോ വെളുത്ത കളറിലെയോ പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കണം. ഒപ്പം തന്നെ ഗണപതി ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഉണ്ടെങ്കിൽ അതും വെക്കാം. ഗണപതിക്ക് ഒരുക്കണം. അതായത് അവലും മലരും ശർക്കരയും പഴവും തേങ്ങായും ഒക്കെ വെച്ച് ഭഗവാന് പൂജ വെക്കുന്ന അന്നും പൂജയെടുക്കുന്ന വിജയദശമിയുടെ അന്നും നമ്മൾ തീർച്ചയായിട്ടും ഗണപതി ഒരുക്കും ചെയ്തിരിക്കണം. ക്ഷേത്രത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ് ബുക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അത് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ഒരു ചുമന്ന കളറിലെയോ മഞ്ഞ കളറിലെയോ വെള്ള കളറിലെയോ ഒരു പട്ട് വാങ്ങിച്ചിട്ട് അതിൽ പൊതിഞ്ഞ് നമ്മുടെ പുസ്തകങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയായിരിക്കും.
അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വീട്ടിൽ വെക്കുമ്പോഴും ഇതേപോലെ തന്നെ ബുക്കുകൾ നമുക്ക് പൊതിഞ്ഞ് വെക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റ് സാരിയൊക്കെ ഉണ്ടെങ്കിൽ അത് തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ മക്കളുടെ പുസ്തകങ്ങൾ പൊതിഞ്ഞ് വെറും നിലത്തോ പേപ്പറിലോ ഒരിക്കലും നമ്മൾ പുസ്തകം പൂജ വെക്കാൻ പാടുള്ളതല്ല. പുസ്തകത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിലുള്ള പേന, പെൻസില്, അതേപോലെ മക്കൾ പഠിക്കുന്ന മറ്റു ടെക്സ്റ്റസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൂജ വെക്കണം. പഠിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വലിയവരായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും പൂജ വെക്കാവുന്നതാണ്. ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ സന്ധ്യാനാമ ബുക്കുകളുമൊക്കെ നമുക്ക് പൂജ വെക്കാം. അത് പൂജ വെക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതായത് ഡെയിലി നിങ്ങൾ സഹസ്രനാമവും ദേവി മാഹാത്മ്യവും ഒക്കെ പാരായണം ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂജ വെച്ചിട്ട് അപ്പോൾ തന്നെ എടുത്ത് മാറ്റാവുന്നതാണ്. കാരണം നമ്മൾക്കിത് ഡെയിലി നോക്കി ചൊല്ലണ്ടേ. വെക്കുന്നു, അപ്പോൾ തന്നെ സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ആ നിമിഷം തന്നെ നമ്മൾ തിരിച്ചിങ്ങ് എടുത്താൽ മതിയാകും. അങ്ങനെ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ വെക്കണ്ട. ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ, നിങ്ങളിപ്പോൾ മഹാഭാരതവും രാമായണവും ഒന്നും ഡെയിലി വായിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂജയ്ക്ക് വെക്കാവുന്നതാണ്. നമ്മൾ എന്തൊക്കെയാണോ ഡെയിലി ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് പൂജ വെക്കാവുന്നതാണ്. എല്ലാം പൂജ വെച്ചതിന് ശേഷം അത് വെച്ചിരിക്കുന്ന ആ തുണി കൊണ്ട് തന്നെ നന്നായിട്ട് അടച്ച്, ഒരിക്കലും ബുക്ക് പൂജ വെക്കുമ്പോൾ നമ്മളത് ഓപ്പണായിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളത് എന്ത് തുണിയിലാണോ വെക്കുന്നത് ആ തുണി കൊണ്ട് തന്നെ മൂടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാവരും ഓപ്പണായിട്ടാണ് വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ വെക്കുന്നതിലും നല്ലത് അതൊന്ന് പൊതിഞ്ഞ് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് സരസ്വതി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്കിനെ അർച്ചന ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഓം ഐം നമഃ എന്നുള്ള മന്ത്രം ഇത് ചൊല്ലിയും നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൗന്ദര്യ ലഹരിയിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കോലം, ഇന്നലെ തന്നെ ഞാനിത് ഷോർട്സ് ഇട്ടിരുന്നു. ഇതിന് മുൻപും ഞാൻ പറഞ്ഞില്ല, നിങ്ങളുമായിട്ട് ഞാനിത് പങ്കുവെച്ചിട്ടുള്ളതാണ്. ഇത് മഞ്ഞൾപ്പൊടി നല്ല ശുദ്ധമായ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കി ഇത് ഒരു വെള്ള കളർ പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ ഹോളിൽ ഇത് വെക്കാം. അങ്ങനെയല്ലെങ്കിൽ പുസ്തകം പൂജ വെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു യന്ത്രം സ്ഥാപിക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് ഈ ഒരു കാര്യം. മറ്റൊന്നും വേണ്ട. ഓം ഐം നമ എന്നുള്ള മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് അർച്ചന ചെയ്യാം. സരസ്വതി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാം. രാവിലെയും മക്കൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രാവിലെയും വൈകിട്ടും മക്കളെ കൊണ്ട് സരസ്വതി നമസ്തുഭ്യം, ഓം സം സരസ്വതിയെ നമ അല്ലെങ്കിൽ ഓം ഐം നമ എന്നുള്ള മന്ത്രമാണെങ്കിലും തീർച്ചയായിട്ടും ചൊല്ലിക്കണം. വലിയ കുട്ടികളൊക്കെയാണ്, ഒരു 5ാം ക്ലാസ്സിന് മുകളിലോട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 108 പ്രാവശ്യം അവരെ കൊണ്ട് ഈ മന്ത്രം ചൊല്ലിക്കണം. അതിൽ കുറഞ്ഞ കുട്ടികളാണ്, അതായത് 5ാം ക്ലാസ്സിന് താഴോട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവർക്കൊരു 11 പ്രാവശ്യം ഈ മന്ത്രം പറഞ്ഞു കൊടുത്തത് ചൊല്ലാനായിട്ട് പറയണം. ഇത് വളരെ വളരെ നല്ലതാണ്. ഒരുപാട് ഐശ്വര്യവും നമ്മുടെ മക്കൾക്ക് വരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, വിജയദശമി വരുന്നത് ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2-ന് രാവിലെ ഒരു 6:45 ശേഷം നമുക്ക് പുസ്തകം പൂജ വെച്ചിരിക്കുന്നത് എടുക്കാവുന്നതാണ്. വിദ്യാരംഭം നടത്തുന്നവർക്കൊക്കെ ആ ഒരു സമയം വിദ്യാരംഭം നടത്താവുന്നതാണ്. പക്ഷേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ വെളുപ്പിനെ മുതൽ തന്നെ ആരംഭിക്കും. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും അവർ പറയുന്ന ആ ഒരു സമയം അനുസരിച്ച് നമുക്ക് വിദ്യാരംഭം നടത്താവുന്നതാണ്. വിദ്യാരംഭം നടത്തുമ്പോൾ ഏറ്റവും നല്ലത് നെല്ലിൽ, ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ഒരു പാത്രത്തിൽ നെല്ലെടുത്ത് അതിൽ ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു എന്നുള്ള ഇത് എഴുതിപ്പിക്കണം. അത് നമുക്ക് ഏത് പ്രായക്കാർക്കും എഴുതാവുന്നതാണ്. മനസ്സിൽ പ്രാർത്ഥിച്ച് മക്കളെ കൊണ്ട് അത് കൈപിടിച്ചോ അല്ലാതെയോ അവരോട് എഴുതാൻ പറയണം. അത് എഴുതി ഓം ഐം നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യവും ചൊല്ലിയതിന് ശേഷം മാത്രം മക്കളെ കൊണ്ട് പൂജ വെച്ചിരിക്കുന്ന പുസ്തകം എടുക്കുക. പുസ്തകം എടുക്കുമ്പോൾ ഏതൊരു പുസ്തകമാണോ എടുക്കുന്നത് ആ പുസ്തകത്തിൽ കൈവച്ച് കണ്ണടച്ച് ഒരു പേജ് തുറന്ന് ആ പേജ് 2 പേജും വായിക്കാനും, അതേപോലെ തന്നെ എഴുതുന്നവരാണ് കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പോൾ ABCDയും എഴുതുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ എഴുതിപ്പിക്കുകയും ചെയ്യണം. വിജയദശമി ദിവസം നമ്മൾ പുസ്തകം പൂജയ്ക്ക് എടുക്കുമ്പോൾ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് സരസ്വതി ദേവിക്കും ഗണപതി ഭഗവാനും ഒരുക്ക് വെച്ച് പ്രാർത്ഥിച്ചു കറക്റ്റ് സമയത്ത് വേണം അവരെ കൊണ്ട്
പുസ്തകം പൂജ എടുപ്പിക്കാൻ. അതേപോലെ തന്നെ പുസ്തകം പൂജ എടുത്തതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം മേടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ ക്ഷേത്രത്തിലാണ് പുസ്തകം പൂജ വെച്ചതെന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് തിരുമേനിയുടെ അനുഗ്രഹം മേടിക്കുന്നതും വളരെ വളരെ ഐശ്വര്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. മക്കളെ കൊണ്ട് ഇപ്പം നിങ്ങൾ വിജയദശമി ദിവസത്തിൽ മുതൽ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവരോട് ഇത് ചൊല്ലാൻ പറയണം. ഹയഗ്രീവ മന്ത്രം എത്രമാത്രം പവറാണോ നമ്മൾ ചൊല്ലുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതേപോലെ പവർ നിറഞ്ഞതാണ് മഹാലക്ഷ്മി ദേവിയുടെ ഈ ഒരു ബീജമന്ത്രം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വളരെ മാസങ്ങൾക്ക് മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. അത് കാണേണ്ടവർ തീർച്ചയായും കണ്ടിട്ട് വിജയദശമി ദിനത്തിൽ നിങ്ങൾക്കിത് ചെയ്ത് നിങ്ങൾ മക്കളെ പഠിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. വളരെ നല്ല ഫലം തന്നെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നല്ല ഫലം തന്നെ എല്ലാവർക്കും ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.